ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ സംഘടനകൾക്കകത്തും തമ്മിൽ തല്ല്. മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിനെയും സംഘടനയുടെ നിലപാട് വിശദീകരിച്ചുള്ള വാർത്താക്കുറിപ്പിനെയും ചൊല്ലി നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉടലെടുത്ത ഭിന്നത തുടരുകയാണ്. കൂടിയാലോചനകളോ എക്സിക്യൂട്ടീവ് യോഗമോ കൃത്യമായി ചേരാതെ നേതൃത്വത്തിലുള്ള 3-4 പേർ എല്ലാ തീരുമാനവും എടുക്കുന്നുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വനിതാ നിർമ്മാതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. താരസംഘടന അമ്മയുടെ താരനിശയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നിരവധി നിർമ്മാതാക്കളെ വിലക്കി എന്നതടക്കമുള്ള ഗുരുതര ആരോപണവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസും ഷീല കുര്യനും രംഗത്ത് വന്നത് പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സിനിമാ നിർമ്മാതാക്കൾ സംഘടനാ നേതൃത്വത്തിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നിർമ്മാതാവ് ആന ജോസഫ്, സെക്രട്ടറി ബി രാകേഷ് എന്നിവർക്കാണ് കത്തയച്ചിരിക്കുന്നത്. സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അമ്മയുടെ ഉപസംഘടനയാക്കുകയാണോ എന്നും സാന്ദ്ര തോമസ് കത്തിൽ ചോദിക്കുന്നുണ്ട്. നിവിൻ പോളിക്കെതിരെ പീഡന ആരോപണം വന്നപ്പോൾ ഉടനടി പത്രക്കുറിപ്പ് പുറത്തിറക്കിയ അസോസിയേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മൗനത്തിലായിരുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: താരസംഘടന അമ്മ നടത്തിയ ഷോയിൽ പങ്കാളിത്തം ലഭിച്ചതിന് പ്രത്യുപകാരമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആ സംഘടനയ്ക്ക് വിധേയപ്പെടുകയാണെന്ന ആരോപണം കഴിഞ്ഞ തവണ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചലച്ചിത്ര വ്യവസായത്തെ പ്രതിനിധീകരിക്കുന്ന പ്രധാന സംഘടന എന്ന നിലയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വം ഒരു നിലപാടും സ്വീകരിച്ചില്ലെന്നും ചില അംഗങ്ങൾ യോഗത്തിൽ വിമർശനം ഉയർത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമാ ലോകം സംഭവബഹുലമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ഈ വേളയിൽ ഞങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദങ്ങളെ തുടർന്ന് 6/9/2024 ഉച്ചയ്ക്ക് 2 മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധികളും അതിൻ്റെ പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി സ്ത്രീ നിർമ്മാതാക്കളുടെ ഒരു യോഗം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ച് നടക്കുകയുണ്ടായി. തികച്ചും പ്രഹസനം മാത്രമായിരുന്നു ആ യോഗം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങളൊരു ചർച്ച നടത്തി എന്നൊരു മിനിറ്റ്സ് ഉണ്ടാക്കുക എന്നതിലപ്പുറം ഈ യോഗത്തിന് ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. പ്രസിഡന്റ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. സെക്രട്ടറി യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ഒപ്പിട്ടതിന് ശേഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. സ്വന്തം പേരിൽ 2 സിനിമകൾ സെൻസർ ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗത്വം ലഭിക്കൂ എന്നിരിക്കെ സ്വന്തം പേരിൽ ഒരു സിനിമ പോലും സെൻസർ ചെയ്യാത്ത ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസർ മാത്രമായിരുന്ന ഒരു വ്യക്തിയും ആ യോഗത്തിൽ സന്നിഹിതനായിരുന്നു. മെമ്പർ അല്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തതെന്ന് അസോസിയേഷൻ വിശദീകരിക്കണം. ഇനി അവർ മെമ്പർ ആണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മെമ്പർഷിപ്പ് കിട്ടിയതെന്ന് അസോസിയേഷൻ വിശദീകരിക്കേണ്ടതുണ്ട്. അതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മൗനത്തിലായിരുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിവിൻ പോളിക്കെതിരെ ആക്ഷേപം ഉണ്ടായപ്പോൾ മണിക്കൂറുകൾക്കകം പത്രക്കുറിപ്പ് ഇറക്കി. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കത്തിൽ സാന്ദ്ര തോമസ് ആരോപിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ താരസംഘടന അമ്മയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരുന്നു. ജഗദീഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾ നിലപാട് പരസ്യമായി വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു. പിന്നാലെ അമ്മ ഭാരവാഹികൾ ഒഴിയുകയും ചെയ്തു.